ഗുഡ്നസ് ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ദൈവവചനം നിത്യജീവിതത്തിൽ സത്യമായിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് ഏറ്റുപറയുന്ന ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും കർത്താവ് ഇടയനായി തീരുകയാണ്, സംരക്ഷകനായി തീരുകയാണ്. അനേക വർഷങ്ങളായി മക്കളില്ലാതിരുന്ന ദമ്പതികൾക്ക് അവരുടെ ജീവിതത്തിലേക്ക് സ്വർഗ സമ്മാനം എന്നോണം മക്കളെ ലഭിക്കുന്ന ഒരു വലിയ അനുഗ്രഹം ഡിവൈനിൽ വന്ന് മക്കളില്ലാത്ത ദമ്പതികളുടെ ധ്യാനം കൂടിയതിന്റെ ഫലമായി മക്കളെ ലഭിച്ച ആ സ്വർഗ സമ്മാനം ലഭിച്ച ഒരുപാട് ദമ്പതികളിൽ നിന്ന് ഒരു കുടുംബത്തെ നമ്മൾ ഇന്ന് ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന പ്രോഗ്രാമിൽ പരിചയപ്പെടുകയാണ്. അതിന് തൊട്ടു മുൻപായി രണ്ട് വിശിഷ്ട വ്യക്തികളെ സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡിവൈനുമായി ചേർന്ന് മക്കളില്ലാത്ത ദമ്പതികളുടെ ഒരു കൂട്ടായ്മയ്ക്ക് രൂപം കൊടുത്ത ബ്രദർ ജോസ് പോളിനെ സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി PVS ഹോസ്പിറ്റലിലെ ചീഫ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സ്മൃതി സനലിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബ്രദർ, വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനൊരു കുട്ടികളില്ലാത്ത ദമ്പതികളുടെ ഒരു കൂട്ടായ്മയ്ക്ക് രൂപം കൊടുക്കുമ്പോൾ എന്തായിരുന്നു മനസ്സിൽ? ഇത്രയേറെ ദമ്പതികൾക്ക് ദൈവാനുഭവം രുചിച്ചറിയാനൊരു അവസരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? ഞാൻ പ്രതീക്ഷിച്ചില്ല, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതൊരു 1999 ഇങ്ങനെ ഒരു പ്രോഗ്രാം, ഒരു വൺ ഡേ പ്രയർ മീറ്റിംഗ് എന്നുള്ളൊരു ആശയമാണ് ഞാൻ പനക്കലച്ചൻ്റെ അടുത്ത് പങ്കുവച്ചത്. അത് എന്തായിരുന്നു അങ്ങനെ ഒരു ആശയം, അങ്ങനെ വിചാരിക്കാനുള്ള കാരണം? ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു മകനെ കിട്ടിയത്. അപ്പോൾ 10 വർഷത്തിന്റെ കാലത്തിന്റെ ഇടയിൽ മക്കളില്ലാത്തതിന്റെ നൊമ്പരങ്ങൾ സമൂഹത്തിൽ നിന്നും മാത്രമല്ല ബന്ധുജനങ്ങളിൽ നിന്നും എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ നിന്നൊക്കെ ഒത്തിരിയേറെ കിട്ടുക മാത്രമല്ല, ഞങ്ങൾ സമൂഹത്തിൽ നിന്ന് തന്നെ ഒരു ഒറ്റപ്പെട്ടിട്ടുള്ള ഐസൊലേറ്റഡ് ആയിട്ടൊരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് ഒരു ഒറ്റമൂലി അല്ലെങ്കിൽ ഒരു റെമഡി എന്ത് വേണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ധ്യാനകേന്ദ്രങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പ്രയർ മീറ്റിംഗ് തുടങ്ങുക എന്നുള്ളൊരു ആശയം വന്നത്. ഒരു ദിവസത്തേന് മാത്രം ഉദ്ദേശിച്ചാണ് അച്ഛൻ്റെ അടുത്ത് ഈ കാര്യം ഞാൻ പറഞ്ഞത്. പക്ഷേ അത് ഇന്ന് 20 വർഷം പിന്നിട്ട് കഴിഞ്ഞു. ഒത്തിരിയേറെ മക്കളില്ലാത്ത ദമ്പതികൾക്ക് ഒരു ദൈവാനുഗ്രഹമായിട്ട്. ജോസേട്ടൻ്റെ ലൈഫിൽ ഉണ്ടായതുപോലെ തന്നെ ഒരുപാട് ദൈവാനുഭവം നേരിട്ട അല്ലേ ഒരുപാട് ദമ്പതികളുടെ ലൈഫിൽ ഉണ്ടാവുന്നത് ജോസേട്ടനും കുടുംബത്തിനും കാണാൻ സാധിച്ചു. തീർച്ചയായിട്ടും വളരെയധികം ആയിരക്കണക്കിന് ദമ്പതിമാർക്ക്, കുറച്ച് പേരൊക്കെ ചിലരൊക്കെ വന്നു പോകാണ്ടിരുന്നെങ്കിലും ഒത്തിരിയേറെ അവർ പറയുന്ന ഏറ്റവും വലിയ, ഞങ്ങൾക്ക് മക്കളെ കിട്ടിയില്ലെങ്കിലും ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്, ഞങ്ങൾക്ക് സന്തോഷത്തോടു കൂടിയിട്ട് ഞങ്ങളുടെ ദൈവത്തിന്റെ പ്ലാൻ ആണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. മാത്രമല്ല സന്തോഷത്തോടു കൂടിയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ധ്യാനത്തിന്റെ ഒരു മിറാക്കിൾ. ഡോക്ടർ, ഒരുപാട് മക്കളില്ലാത്ത ദമ്പതികളെ ദൈനംദിനം മീറ്റ് ചെയ്യാറുണ്ടല്ലോ. അപ്പൊ കൂടുതലായും മക്കളില്ലാത്ത ദമ്പതികളെ മീറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന കാരണം എന്താണ് ഇവർക്ക് മക്കളില്ലാത്തതായിട്ട്? അത് ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ മക്കളില്ലാത്തൊരവസ്ഥയ്ക്ക് പല കാരണങ്ങളുണ്ട്. പുരുഷന്റെ ഭാഗത്തു നിന്നുള്ള കാരണം ഒരു 20 to 30% അതാകാം. സ്ത്രീയുടെ ഭാഗത്തു നിന്നുള്ള കാരണം അതും ഒരു 20 to 30% ആകാം. പക്ഷെ വേറൊരു 20% ഉണ്ട് അൺഎക്സ്പ്ലെയിൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേർക്കും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, പക്ഷെ കുട്ടികൾ ഉണ്ടാകുന്നില്ല. അപ്പം അങ്ങനെ ബ്രോഡായിട്ട് ഇങ്ങനെ 3 കാറ്റഗറിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റിയിലാണ് ഞങ്ങൾക്ക് മെഡിക്കൽ സയൻസിന് പ്രത്യേകിച്ച് അധികം ഒന്നും ചെയ്യാനില്ല. അപ്പോൾ കുറച്ച് വിറ്റമിൻ ഗുളികൾ അല്ലെങ്കിൽ ആൻറ്റി ഓക്സിഡൻറ്റ് ഗുളികളൊക്കെ കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് ഓവുലേഷൻ ഉണ്ടാകാത്ത പ്രശ്നം, അതാണ് പോളിസിസ്റ്റിക് ഓവറി. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാനുള്ള മരുന്നുകളുണ്ട്. അപ്പോൾ പോളിസിസ്റ്റിക് ഓവറിയിൽ അണ്ടം വിരിയാനുള്ള ഗുളികളുണ്ട്. അതേമാതിരി ട്യൂബൽ ബ്ലോക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ചികിത്സകൾ വേറെയുണ്ട്. പക്ഷേ ഈ അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റിക്കാണ് ഈ നമ്മുടെ ഈ ഡിവൈൻ ധ്യാനകേന്ദ്രമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കൂടുതൽ റിസൾട്ട് കിട്ടുന്നതായിട്ട് ഞാൻ കാണുന്നത്. തീർച്ചയായും ബ്രദർ, അൺഎക്സ്പ്ലെയിൻഡ് അല്ലെ, ആ ഒരു വേർഡ് തന്നെ നമ്മൾ തീർച്ചയായും എടുക്കണം. അൺഎക്സ്പ്ലെയിൻഡ്, അവിടെ ദൈവം ഇടപെടുന്നു എന്നുള്ളതാണ്. നമുക്ക് മനുഷ്യന്
അതിനൊരു ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിൽ ദൈവം പ്രത്യേകമായിട്ട് ഇടപെടുന്ന, അതാണല്ലോ നമ്മുടെ പ്രയറിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം, അല്ലെങ്കിൽ ധ്യാനങ്ങളുടെ ഒക്കെ അല്ലെ. അനേക വർഷങ്ങളായി മക്കളില്ലാതിരുന്ന ദമ്പതികൾ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ വന്ന് മക്കളില്ലാത്ത ദമ്പതികളുടെ ധ്യാനം കൂടി മക്കളെ ലഭിച്ച, ആ സൗഭാഗ്യം ലഭിച്ച ഒരു കുടുംബത്തെയാണ് നമ്മൾ ഇന്ന് ഈ പ്രോഗ്രാമിൽ പരിചയപ്പെടാൻ പോകുന്നത്. കുടുംബത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. എവിടെ നിന്ന് വരുന്നു? ഞങ്ങൾ മേലൂര്, ഇവിടെ അടുത്താണ് വീട്. ചേട്ടന്റെ പേര്? എന്റെ പേര് ജിജോ. ചേച്ചിയുടെ പേര്? ബ്യൂല. എന്താണ് മക്കളെ എത്ര വർഷമായിരുന്നു വിവാഹം കഴിച്ചിട്ട്? ഞങ്ങൾക്ക് 2000 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു, 2000 ഫെബ്രുവരി. പിന്നെ ഞങ്ങൾ 10 കൊല്ലം ഞങ്ങൾക്ക് മക്കളുണ്ടായിരുന്നില്ല. ആ ഒരു കാലഘട്ടത്തിൽ ഞങ്ങളിവിടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു ധ്യാനത്തിന് വന്നു, മക്കളില്ലാത്ത ദമ്പതികളുടെ. അങ്ങനെ ഞങ്ങൾക്ക് ആ ധ്യാനം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് പ്രഗ്നന്റ് ആയി ഭാര്യ. അതിനുശേഷം ആ കുട്ടികൾ ട്വിൻസ് ആയിരുന്നു. ധ്യാനം കഴിഞ്ഞ ഉടനെ തന്നെ? ആ ധ്യാനം കഴിഞ്ഞ ഉടനെ. ഈ ഒരു വിശ്വാസത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ട് അങ്ങനെയാണോ, എങ്ങനെയാണ് ധ്യാനത്തിലേക്ക് എത്തിയത്? ആൾക്കാർ നമ്മളോട് പറഞ്ഞിരുന്നു ഇങ്ങനെ ഡിവൈനിൽ. പിന്നെ നമ്മുടെ ഒരു പ്രത്യേകം പറയാനായിട്ട് നമ്മുടെ ഡിവൈനിൽ ഒരു സുനിലേട്ടുണ്ട്, തൊട്ടടുത്തൊരു ആളുണ്ട്. അപ്പോൾ ആൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ മക്കളില്ലാത്തൊരു ദമ്പതികളുടെ ധ്യാനം ഉണ്ട്, അപ്പോൾ അതിന് നീ പങ്കെടുക്കണം, അതിന്റെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ച ആൾ വിട്ടു. അന്ന് ജോസ് ബ്രദറിനെ പരിചയപ്പെട്ടിട്ടുണ്ട്. ബ്രദറെ പരിചയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ധ്യാനം കൂടി, ഞങ്ങൾക്ക് മക്കളുണ്ടായി. അതിനു മുൻപ് ഒരുപാട് നാൾ ചികിത്സയൊക്കെ നടത്തിയിരുന്നു. ട്രീറ്റ്മെന്റ് മാരീഡ് കഴിഞ്ഞതിന് കുറച്ച് 1 മാസം 2 മാസം നോക്കി, ഒരു കൊല്ലത്തിനുള്ളിൽ ഞങ്ങൾ ആ ട്രീറ്റ്മെന്റ് ഒക്കെ നിർത്തി ഫ്രീ ആയിട്ട് നടക്കായിരുന്നു. ട്രീറ്റ്മെന്റ് ഇനി വേണ്ട, കാരണം നിരാശയുടെ അല്ല, നമുക്ക് ദൈവം തരുമ്പോ തരട്ടെ എന്ന് വിചാരിച്ച് ഒരു ഇതിൽ നടക്കുകയായിരുന്നു. അപ്പൊ തൃശ്ശൂർ പൈലി ഡോക്ടറാണ് ഞങ്ങളെ ട്രീറ്റ് ചെയ്തായിരുന്നത്, മദർ ഹോസ്പിറ്റലിൽ. അപ്പോൾ ഞങ്ങളതെല്ലാം ഉപേക്ഷിച്ച് ഇങ്ങനെ തമാശയ്ക്ക് പറഞ്ഞു നടക്കുന്ന ഒരു കാലഘട്ടമാണുള്ള കാലഘട്ടം. അങ്ങനെ നടക്കുന്ന ഇടയിലാണ് ഇവിടെ ധ്യാനത്തിന്റെ കേസൊക്കെ വന്ന് ഞങ്ങൾ ധ്യാനം കൂടി. ഞങ്ങൾക്ക് മക്കളെ തന്നു. ആ മക്കളെ ഞങ്ങൾക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. പക്ഷെ 5-ാം മാസം അപ്പൻഡിക്സ് വന്ന് പൊട്ടി, അങ്ങനെ പ്രശ്നമായി, ഇൻഫെക്ഷനായി. ഞങ്ങൾക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ അത് അബോർഷനായി പോയി. വീണ്ടും പിന്നെ കുറച്ച് കാലയളവ് കഴിഞ്ഞപ്പോഴാണ് മൂത്തവൻ ഉണ്ടാവുന്നത്. എത്ര വർഷം കഴിഞ്ഞിട്ടാണ്? പിന്നെ ഒരു 3 വർഷം അല്ലേ. 2007 ധ്യാനം കൂടി. പിന്നെ അപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു? ഇവിടെ നിന്ന് കിട്ടിയ ആ ഒരു പ്രാർത്ഥനയ്ക്ക് കുറവില്ല. അല്ല, ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ആയിട്ട്? അതെ 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 2007 ഇവിടെ ധ്യാനം കൂടിയത്. അത് കഴിഞ്ഞ് ഓഗസ്റ്റോട് കൂടി പ്രഗ്നന്റ് ആയി. ഏപ്രിലായിരുന്നു ഇവിടെ ധ്യാനം. അത് കഴിഞ്ഞ് ഓഗസ്റ്റിൽ പ്രഗ്നന്റ് ആയി. പിന്നെ 5-ാം മാസത്തിൽ ഇങ്ങനെ അബോർഷനായി പോയത്. പിന്നെ ഈ മോനെ 2009 കിട്ടിയത്. മോന്റെ പേര്? ആന്റണി. ഇപ്പൊ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? 4-ാം ക്ലാസ്സിൽ. ഈ പ്രഗ്നൻസി ആകാനായിട്ട് വല്ല ചികിത്സ എടുത്താറ്? ഇല്ല, ഒന്നും തന്നെ. ആദ്യത്തെ പ്രഗ്നൻസി ആകാൻ ചികിത്സ എടുത്തിട്ടായതാണ്? ചികിത്സയില്ല, ഇവിടുത്തെ ധ്യാനം കൂടിയിട്ട് ഓഗസ്റ്റിൽ പ്രഗ്നന്റ്. ധ്യാനത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് ദൈവം തന്നത്, ഒരു വഴി തന്നത്. എത്ര ഗ്യാപ്പ്? പിന്നെ ഇവന് 2-ാമത്തെ വർഷം ഇവന് പ്രഗ്നന്റ് ആയി. ഈ മോനുണ്ടായി 2-ാമത്തെ വർഷം. അത് സിസേറിയൻ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് സ്റ്റെറിലൈസേഷൻ ചെയ്തു, ഒപ്പം സിസേറിയന്റെ ഒപ്പം. അത് കഴിഞ്ഞിട്ടാണ് ഈ മോനെ പിന്നെ പ്രഗ്നന്റ് ആയത്. 3-ാമത്തെ വർഷം. പ്രസവമൊക്കെ നിർത്തിയതിന് ശേഷം കിട്ടിയ പുത്രനാണ് അവൻ. പ്രസവം നിർത്തിയ ശേഷം 3-ാമത്തെ വർഷം. ഡോക്ടർ, ഇപ്പൊ ഇതൊരു വ്യത്യസ്തമായ ഒരു കേസാണല്ലോ. പ്രസവം നിർത്തിയ ശേഷം ലഭിച്ച മകനെന്ന് പറഞ്ഞു. എന്താ ഡോക്ടർ, സാധാരണ പ്രസവം നിർത്തിയ ശേഷം ലഭിക്കുന്നത് സയന്റിഫിക്കലായിട്ട് എന്താണ് ഡോക്ടറിന് പറയാനുള്ളത്? ആക്ച്വലി പ്രസവം നിർത്തൽ ശസ്ത്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടവും ബീജവും കൂട്ടിമുട്ടുന്നത് ട്യൂബിന്റെ ഉള്ളിലാണ്, അല്ലെങ്കിൽ അണ്ടവാഹിനി കുഴൽ, ഫെലോപ്പിയൻ ട്യൂബ്, അവിടെയാണ് കൂട്ടിമുട്ടുന്നത്. അപ്പം നമ്മൾ പ്രസവം നിർത്തൽ ശസ്ത്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്യൂബിൽ 1 സെന്റിമീറ്ററോളം കട്ട് ചെയ്ത് മാറ്റിക്കളയും. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ട്യൂബിന്റെ നീളം ആക്ച്വലി പറഞ്ഞാൽ 10 സെന്റിമീറ്റർ ഉണ്ട്. അതിൽ 1 സെന്റിമീറ്റർ നമ്മൾ മുറിച്ച് കളഞ്ഞ് ബാക്കിയുള്ള ഭാഗം കെട്ടിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂബൽ പ്രഗ്നൻസിക്ക് വളരെ സാധ്യത കൂടുതലാണ്. അതുമാതിരി തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ട്
200 പേർക്ക് ചെയ്യുമ്പോൾ ഒരാൾക്ക് പ്രഗ്നൻസിയുടെ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് ഈ സ്റ്റെറിലൈസേഷൻ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഡോക്ടർമാർ അത് പറഞ്ഞ് മനസ്സിലാക്കി തരും. 100% സക്സസ് റേറ്റ് ഇല്ല അതിന്. ഒരു 200 പേര് ചെയ്യുമ്പോൾ ഒരാൾക്ക് പ്രഗ്നൻസി ആകാം. കൂടുതലും ഞാൻ കണ്ടേക്കുന്നത് അങ്ങനെ വരുന്നത് ട്യൂബിലാണ്. ബിക്കോസ് ട്യൂബിൻ്റെ 1 സെൻറ്റിമീറ്റർ നമ്മൾ മുറിച്ച് കളഞ്ഞിട്ടുള്ളൂ, ബാക്കി 9 സെൻറ്റിമീറ്റർ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ പ്രഗ്നൻസി ആകുന്നതാണ് കണ്ടേക്കുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കുക, അപ്പോൾ ഡോക്ടറെ മൊത്തം ട്യൂബ് അങ്ങ് എടുത്ത് കളഞ്ഞൂടെ എന്ന് ചോദിക്കാം. അത് ചെയ്യാൻ പാടില്ല എന്നാണ് ഞങ്ങളെ പഠിപ്പിച്ചേക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പല സിറ്റുവേഷനിലും തിരുത്തൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഒത്തിരി പേര് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ മുഴുവൻ ട്യൂബ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടാകും, സുനാമി കഴിഞ്ഞ് 2 കുട്ടികൾ ഒരു പ്രശ്നമില്ലാണ്ട് പെട്ടെന്ന് പോയ ഒത്തിരി ദമ്പതികളുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമുക്ക് തിരിച്ച് ചെയ്യണമെങ്കിൽ ഈ 1 സെൻറ്റിമീറ്റർ മാത്രമേ കട്ട് ചെയ്ത് കളയാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ഈ ട്യൂബിനെ കൂട്ടി യോജിപ്പിച്ച് പ്രഗ്നൻസിക്ക് പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ ഇവരുടെ കേസിൽ അല്ലാണ്ട് തന്നെ ഇവർക്ക് യൂട്രസിൻ്റെ ഉള്ളിൽ തന്നെ പ്രഗ്നൻസി ആയി. ബ്രദർ ഇവര് നന്നായിട്ട് പരിചയം ഉണ്ടാവുമല്ലോ. ഇവരുടെ ഒരു അനുഭവം, ബ്രദറിന്റെ ആ ഒരു ഓർമ്മകളിൽ നിന്ന് എടുത്ത് എന്താണ് പറയാനുള്ളത്? ഒരു വളരെ വളരെ കാലങ്ങൾക്ക് മുന്നായതുകൊണ്ട്, അതായത് ആ കാലങ്ങളിലൊക്കെ 1000-ന് മേലെ ദമ്പതിമാർ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് കോമ്പൗണ്ടിലാണ് അത് നടക്കണ്ടായിരുന്നത്. 2007 ഇംഗ്ലീഷ് സെക്ഷൻ ആയിരുന്നു. പക്ഷെ അന്ന് ഒത്തിരി, പക്ഷെ എനിക്ക് അത്ര അധികം ഇന്ററാക്ട് ചെയ്യാനുള്ള. എന്നാലും ബ്രദർ ഞങ്ങളോട് സംസാരിച്ചിരുന്നു. ബ്രദർ സംസാരിച്ചു, നിങ്ങൾ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു ബ്രദർ. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ കുറെ ആശ്വാസവാക്കുകളും കിട്ടി ധ്യാനത്തിന് വന്നിട്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയാനും ഒരു പരിപാടി ഇവിടെ വെച്ചിരുന്നു, അതിൽ ഞങ്ങൾ വന്നിരുന്നു. ഡോക്ടറെ കണ്ടിരുന്നല്ലോ ആദ്യ കാലഘട്ടങ്ങളിൽ. അപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് കുട്ടികൾ ഉണ്ടാവാത്തത് എന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്? ആദ്യം എനിക്ക് ഓവുലേഷൻ കറക്റ്റ് അല്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ മെഡിസിൻസ് ഒക്കെ കഴിച്ചു, അതൊക്കെ നോർമലായി, കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റ് നിർത്തി, വേണ്ട, എല്ലാതും കറക്റ്റായി. സ്കാൻ ചെയ്തു, ഫോളിക്കുലർ സ്റ്റഡിയും ഒക്കെ ചെയ്തു. അപ്പോൾ പറഞ്ഞു ഒക്കെ നോർമലാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ മെഡിസിൻസ് ഒന്നും എടുത്തില്ല. പിന്നെ ഞങ്ങൾ 2007 ധ്യാനം കൂടിയത്. ഡോക്ടർ, ഓവുലേഷൻ കറക്റ്റ് അല്ലായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഡോക്ടർ അങ്ങനെ കറക്റ്റ് അല്ലാതെ വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവുന്നത്? ഈ ഓവുലേഷൻ കറക്റ്റായിട്ട് നടക്കാനാണ് പാട്. ഈ സ്ത്രീകളുടെ ശരീരത്തിൽ 2 ഹോർമോൺ ഉണ്ട്. ഈ ഹോർമോണിന്റെ കറക്റ്റ് ബാലൻസിൽ നിന്നാലേ ഓവുലേഷൻ കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 100 സ്ത്രീകൾ ഈ ഒരു 20-40 വയസ്സിനിടയ്ക്കാണല്ലോ റിപ്രൊഡക്റ്റീവ് ഏജ് എന്ന് പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ 100 സ്ത്രീകളെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 25 പേർക്ക് അതിൽ ഓവുലേഷൻ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടാവില്ല. ഓവുലേഷൻ നടക്കാതിരിക്കാനായിട്ട് ഒരു ചെറിയ സ്ട്രെസ് മതി. ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് ഒരു പരീക്ഷ വന്നാൽ മതി, അത് മതി പീരീഡ് ഡിലേ ആവുന്നു. ഈ പീരീഡ് ഡിലേ ആവുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഓവുലേഷൻ നടക്കുന്നില്ല എന്നാണ്. അപ്പോൾ ഓവുലേഷൻ നടക്കാണ്ടാവുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2 ഹോർമോൺ ഉണ്ട്, ഈസ്ട്രജൻ ഹോർമോൺ ഉണ്ട്. ഓവുലേഷൻ നടന്നു കഴിഞ്ഞാലാണ് പ്രൊജസ്ട്രോൺ ഹോർമോൺ വരിക. ഈ പ്രൊജസ്ട്രോൺ ഹോർമോൺ വരികയും പ്രഗ്നൻസി ഇല്ലെങ്കിൽ കറക്റ്റ് 2 ആഴ്ചയിൽ പീരീഡ് വന്നിരിക്കും. അപ്പോൾ പീരീഡ് വൈകുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് ഓവുലേഷനിൽ ഡിലേ വരുന്നു, അല്ലെങ്കിൽ ഓവുലേഷൻ നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് എഗെയിൻ സ്ട്രെസ് ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഞാൻ പറഞ്ഞല്ലോ, കോളേജ് പെൺകുട്ടികൾക്ക് ഒരു പരീക്ഷ വന്നാൽ മതി, പീരീഡ് വൈകും, അവർക്ക് ഓവുലേഷൻ ഇല്ലാണ്ടാവും. അപ്പോൾ പരീക്ഷേനേക്കാളും ഒക്കെ എത്ര വലിയ സ്ട്രെസ്സുകൾ അനുദിന ജീവിതത്തിൽ നമുക്ക് നേരിടേണ്ടി വരുന്നു. അപ്പം എന്തെങ്കിലും ഒരു സ്ട്രെസ് വന്നാൽ അപ്പോൾ ഫസ്റ്റ് നിന്ന് പോകുന്ന ഓവുലേഷനാണ്. പക്ഷെ അത് കറക്റ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ മരുന്നുകളുണ്ട്. അത് ആ കുട്ടി പറഞ്ഞ കാര്യത്തിൽ ഡോക്ടർ മരുന്ന് കൊടുത്തു. അപ്പോൾ ആ ഓവുലേഷൻ്റെ പ്രോബ്ലം ആൾക്ക് ക്ലിയർ ആയി. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ മക്കളില്ലാത്ത ദമ്പതികളുടെ ധ്യാനം കൂടി മക്കളെ ലഭിച്ച ആ അനുഗ്രഹം സ്വന്തമാക്കിയ ദമ്പതികളുടെ അവരുടെ അനുഭവം പങ്കുവയ്ക്കുന്ന ഒരു വിഷ്വലുണ്ട്. നമുക്കത് കണ്ടിട്ട് തിരിച്ചു വരാം. ബ്രദർ,
ഒരുപാട് പേര് മക്കളെ ലഭിക്കാനായി ധ്യാനം കൂടുകയുണ്ടായി, ഒരുപാട് പേർക്ക് അനുഗ്രഹം ലഭിച്ചു. ഇനി ഒരുപാട് പ്രേക്ഷകർക്കിടയിൽ അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് എപ്പോഴൊക്കെയാണ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഈ മക്കളില്ലാത്ത ദമ്പതികളുടെ ധ്യാനം നടക്കുന്നത്, അതിൻ്റെയൊക്കെ ടൈമിങ്സ് ഒക്കെ അറിയണമെന്ന് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട്. അതൊന്ന് പങ്കുവെക്കാവോ? എല്ലാ മാസവും 3-ാമത്തെ ഞായറാഴ്ച രാവിലെ 9:30 മുതൽ 4:30 വരെ, എല്ലാ മാസവും തേർഡ് സൺഡേ. അതിൽ പങ്കെടുക്കാനായിട്ട് എന്താണ് അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. 3-ാമത്തെ ഞായറാഴ്ച രാവിലെ 9:00 തുടങ്ങുന്നു, വൈകിട്ട് 4:30 വരെ. അത് ഓപ്പൺ ടു ഓൾ ആണ്, എല്ലാവർക്കും പങ്കെടുക്കാം. പിന്നെ രജിസ്ട്രേഷൻ്റെ ആവശ്യമില്ല. പിന്നെ കൊല്ലത്തിൽ 2 പ്രാവശ്യം ധ്യാനമുണ്ട്, 5 ദിവസത്തെ. അത് ജൂൺ മാസത്തിലും നവംബർ മാസത്തിലും. അടുത്ത ധ്യാനം ജൂൺ മാസത്തിൽ വരുന്നുണ്ട്. ചേട്ടാ, മക്കളില്ലാത്ത ഒരുപാട് ദമ്പതികൾ പ്രേക്ഷകർക്കിടയിൽ ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ പ്രോഗ്രാം ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന ഈ പ്രോഗ്രാം വാച്ച് ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരോട്, മക്കളില്ലാത്ത ദമ്പതികളോട് എന്താണ് ചേട്ടന് പറയാനുള്ളത്, ചേട്ടൻ്റെ അനുഭവത്തിൽ നിന്ന്? എൻ്റെ അനുഭവത്തിൽ വെച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ മനസ്സിൽ ഉറച്ചു വിശ്വസിച്ച് നമ്മൾ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് വന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ മനസ്സ് ഉറപ്പോട് കൂടിയിട്ട് വരണം. ഉറപ്പായിട്ട് നമുക്ക് ദൈവം നമ്മളെ കൈവിടില്ല. അത് ഒരു വിശ്വാസമാണ്. അതെല്ലാവരും അറിഞ്ഞിരിക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഉറച്ച മനസ്സോടുകൂടി നമ്മൾ വേദിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് ദൈവം മറുപടി തരും. പ്രത്യാശ നമ്മൾ നിരാശരാക്കുന്നില്ലല്ലോ, ഇല്ല, വചനം പറയുന്നത് പോലെ. ചേച്ചി, അതുപോലെ തന്നെ മക്കളില്ലാതെ വ്യസനിച്ച നാളുകളിൽ ഫംഗ്ഷൻസിലൊക്കെ പോകുമ്പോൾ, റിലേറ്റീവ്സിന്റെ ഇടയിൽ പോകുമ്പോൾ ഒക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരിക്കും, ഒരുപാട് പേര് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ എന്തായിരുന്നു ചേച്ചിയുടെ മനസ്സിലുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു? വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും കൊച്ചങ്ങളൊക്കെ ആയിട്ട് വരുന്നവരുണ്ടാവും. അപ്പോൾ ഓരോരുത്തർ ചോദിക്കും, ഒന്നും ആയില്ലേ എന്നുള്ള. അപ്പോൾ ആ ചോദ്യത്തിന് കേൾക്കുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാവും. അങ്ങനെ കുറേ നാൾ വിഷമിച്ചു. പിന്നെ ഓരോരുത്തർക്കും ഓരോ പ്രഗ്നൻ്റ് ആയി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കും വളരെയധികം ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നല്ലോണം പ്രാർത്ഥിച്ചു, ഒരുപാട് ദൈവത്തോട് പിന്നെ നോക്കി പ്രാർത്ഥിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതൊക്കെ മാനേജ് ചെയ്ത് തരുന്നത് ഞാനാണ്. ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ പറയും പിള്ളേര് ബോർഡിങ്ങിലാക്കിയേക്കണ് എന്നൊക്കെ പറഞ്ഞ് തമാശ പറഞ്ഞ് ഞാൻ വിടും. ഞാനങ്ങനെ ആരും വിഷമിപ്പിക്കുക കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഇതാണ്. ഊട്ടിയിലാണ് പഠിക്കുന്നത്. നമുക്ക് ചെലവില്ലാത്ത കാര്യമല്ലേ പറയണത്. അപ്പൊ പിന്നെ കുഴപ്പങ്ങളൊന്നും റിലേറ്റീവ്സിനോട് പറയാൻ പറ്റില്ലല്ലോ. അല്ല, പുതിയ ആൾക്കാർ ചോദിക്കും പിള്ളേരെ കൊണ്ടൊന്നില്ല എന്ന് ചോദിക്കും ഓരോ പരിപാടികൾക്ക് പോകുമ്പോ. അപ്പൊ ഇല്ല, അവര് ബോർഡിങ്ങില ഊട്ടിയിലാ പഠിക്കണേ. അപ്പൊ പിന്നെ വെക്കേഷനൊക്കെ ബുദ്ധിമുട്ടുണ്ട് അവരുടെ കാര്യങ്ങള്. ചേച്ചിക്ക് അത് പറയാൻ പറ്റത്തില്ല. അല്ല, ഞാനേ പറയാ ചോദിക്കുമ്പോ. അപ്പൊ ഞാൻ തമാശയായിട്ട് പറയും. എന്ത് തന്നെയായാലും ദൈവം ഒരുപാട് അനുഗ്രഹിച്ചു. 3 മക്കളെ അല്ലേ, ഒന്നിനു പകരം 1 ചോദിച്ചു, പക്ഷെ പകരം ദൈവം 3 പൊന്നോമനകളെ തന്നു. 2 ട്വിൻസ് ഉണ്ടായിരുന്നത് ആദ്യം, അത് 5-ാം മാസം പോയത്. അപ്പൊ അതിന് പകരമായിട്ട് ദൈവം വീണ്ടും 3 പേരെ തന്നു. അത് ഒരാളെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്, ശേഷം തന്നു. ഉറക്കത്തിലാണ്, അല്ലെങ്കിൽ ആള് നല്ല ആക്റ്റീവാണ്. ഡോക്ടർ, ഇപ്പോ ഇവരുടെ അനുഭവം തന്നെ നോക്കുവാണെങ്കിൽ, പ്രസവം നിർത്തിയ ശേഷം വീണ്ടും മക്കളെ ലഭിച്ചു. അപ്പോൾ അത് മാത്രമല്ല, അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പലപ്പോഴും മെഡിക്കൽ സയൻസ് ഉത്തരം കൊടുക്കാൻ പറ്റാതെ നിൽക്കുമ്പോൾ ഉത്തരം കൊടുക്കുന്ന ദൈവത്തിന്റെ ഒരു അനുഗ്രഹത്തിന്റെ കരങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതിനെക്കുറിച്ച് ഡോക്ടറിന് എന്താ പറയാനുള്ളത്? ഇവരുടെ കേസിൽ ആക്ച്വലി കുട്ടി പറഞ്ഞ കാര്യത്തിൽ ആദ്യം കുട്ടിക്ക് ഓവുലേഷന് കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് മെഡിസിൻസ് കൊടുത്ത് കറക്റ്റ് ചെയ്തു. പക്ഷെ എന്നാലും പിന്നെയും വർഷങ്ങളോളം പ്രഗ്നൻസി ആയില്ല. ഇവിടെ ധ്യാനത്തിന് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ആ സ്ട്രെസ്സിൻ്റെ ഒരു ഫാക്ടർ അവിടെ വളരെ കറക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നായിരിക്കും ആ ധ്യാനത്തിന് വന്നപ്പോൾ. ഞാൻ നേരത്തെ പറഞ്ഞു, ഓവുലേഷൻ നടക്കാനും സ്ട്രെസ്സ് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. സ്ട്രെസ്സ് വന്നാൽ ഓവുലേഷൻ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഫാക്ടർ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴായിരിക്കും ആൾക്ക് പിന്നെ പ്രഗ്നൻസി ഉണ്ടായതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ സ്ട്രെസ് മാനേജ്മെൻ്റ് ആണ് ഇൻഫെർട്ടിലിറ്റിയുടെ ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ഭാഗം. അതിനെ ഹാൻഡിൽ ചെയ്യാൻ പ്രേയറിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ബിക്കോസ് പ്രേയർ എന്ന് പറയുന്നത് നമ്മൾ വിട്ടുകൊടുക്കുകയാണ്, ദൈവമേ നിൻ്റെ സമയത്ത് ഞാൻ ഈ തരുന്ന കുട്ടീനെ സ്വീകരിക്കും, അല്ലാണ്ട് എനിക്ക് ഇപ്പം വേണം എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറിയിട്ട് ഇൻ യുവർ ഗുഡ് ടൈം, നിൻ്റെ കറക്റ്റായിട്ടുള്ള സമയത്ത് നീ എനിക്ക് തരും എന്നുള്ളൊരു വിശ്വാസത്തിൽ മുന്നോട്ട് പോകുക. അത് തന്നെയാണ് എനിക്ക് കുട്ടികളില്ലാത്ത ദമ്പതികളോട് പറയാനുള്ളത്. ഈ എപ്പിസോഡിൽ ഒരു വിശിഷ്ട വ്യക്തി നമുക്കായി സന്ദേശം നൽകാൻ എത്തിയിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് കാണാം. ദൈവം കൂടെയുണ്ട്, ദൈവം കൂട്ടിനുണ്ട്, ദൈവം കൂടിച്ചേർന്നിട്ടുള്ള ഒരു ദൗത്യ നിർവഹണമാണ്
സന്താന പ്രക്രിയ എന്നുള്ള കാഴ്ചപ്പാട്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളില്ലാത്ത ദമ്പതികളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, കല്യാണം കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് മക്കളുണ്ടാകുമെന്ന് കരുതി നിങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചു. മക്കളെ കിട്ടാതായപ്പോൾ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു വേറെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് അസുഖമൊന്നുമില്ല, നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ ദൈവത്തോട് ചോദിക്കുക. ഇവിടെ എനിക്ക് നിങ്ങളൊരു കാര്യം പറയാൻ ആഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി ദൈവം പ്രകടിപ്പിച്ചത് ജീവൻ്റെ സൃഷ്ടികർമ്മത്തിലാണ്. ഈ പ്രപഞ്ചത്തെ ദൈവം മുഴുവൻ സജ്ജമാക്കിയത് മനുഷ്യ സൃഷ്ടിക്ക് വേണ്ടിയിട്ടാണ്. സൃഷ്ടികർമ്മത്തിൻ്റെ കിരീടധാരണമായിട്ടാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 26-ാമത്തെ വചനം പറയുന്നത്. ദൈവം ഇപ്രകാരം പറഞ്ഞു, നൗ ലെറ്റ് us ക്രിയേറ്റ് മാൻ ഇൻ അവർ ഓൺ ഇമേജ് ആൻഡ് ലൈക്ക്നെസ്. നമുക്ക് മനുഷ്യനെ നമ്മുടെ സ്വന്തം ഛായയിൽ, നമ്മുടെ സ്വന്തം സാദൃശ്യത്തിൽ സൃഷ്ടിക്കാം. എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും എനിക്ക് പറയാനുള്ളത്, ദൈവത്തെ കൂടാതെ ജീവൻ ഈ ലോകത്ത് തുടർന്ന് സൃഷ്ടിക്കാൻ നമുക്ക് കഴിയില്ല. നിങ്ങളുടെ പരിശ്രമങ്ങളിലെ ദൈവത്തെ കൂട്ടിച്ചേർത്ത് പിടിച്ചു നോക്കിയേ. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ പൂക്കൾ വിരിയും. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ ജീവനുണ്ടാകും. അതുകൊണ്ട് ദൈവമാണ് ജീവൻ്റെ ഉറവിടം. ദൈവത്തെ കൂടാതെ ജീവനെ പ്രത്യുൽപാദിപ്പിക്കാൻ നമുക്ക് കഴിയുകയില്ലെന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. ദൈവത്തിൽ ആശ്രയിക്കാൻ, ദൈവത്തിൻ്റെ കരം പിടിക്കാൻ, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാൻ. ഈ സാക്ഷ്യം എനിക്ക് തോന്നുന്നേ നമ്മുടെ എല്ലാ ദമ്പതികളെയും കാണിക്കേണ്ടതാണ്. കാരണം ദൈവത്തെ കൂടാതെ ജീവൻ ഈ ലോകത്തിൽ സൃഷ്ടിക്കാൻ ആർക്കും കഴിയില്ല. ആരോഗ്യം കൊണ്ട്, സൗന്ദര്യം കൊണ്ട്, അറിവ് കൊണ്ട്, പണം കൊണ്ട് ഒക്കെ മക്കളെ പ്രത്യുൽപാദിപ്പിക്കാൻ കഴിയുന്നു എന്ന് കരുതുന്നത് മൗഢ്യമാണ്. ഈ സാക്ഷ്യത്തിൽ പറയുന്ന പ്രിയപ്പെട്ട ദമ്പതികൾ മനസ്സ് തുറന്ന് പറഞ്ഞത് നമുക്കൊരു പാഠമാകാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ കരം അവർ പിടിച്ചപ്പോൾ ദൈവം അവരെ അനുഗ്രഹിച്ചു. ബ്രദർ, നമ്മൾ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് ബ്രദറിന് എന്താണ് പറയാനുള്ളത്? ഞാൻ ഈ സഹോദരി പറഞ്ഞൊരു കാര്യത്തിലേക്ക് വരികയാണ്. പ്രത്യേകിച്ച് ദൈവത്തിൽ വിശ്വസിച്ചിട്ട് അവർ ഒരു പരിധി വരെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോയി തിരിച്ച് ട്രീറ്റ്മെൻറ്റ് നിർത്തിവെച്ചു. അത് കഴിഞ്ഞിട്ട് ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കുണ്ടായിട്ടുള്ള സ്ട്രെസ്സ്. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദമ്പതിമാരും സ്ട്രെസ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു തുടങ്ങി. അപ്പോൾ ചിലതരോട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളൊരു പ്രോബ്ലം, ഒരു വെള്ളം കൊണ്ട് വാഴയുടെ ഇലയിലിട്ട് കഴിഞ്ഞാൽ ഒഴിച്ചാൽ എന്തുണ്ടാവും? അതിങ്ങനെ പുറത്തേക്ക് തള്ളിപ്പോകും. നേരെ മറിച്ച് ഒരു സ്പോഞ്ച് വെള്ളത്തിൽ മുക്കി കഴിഞ്ഞാൽ ആ സ്പോഞ്ച് അതിൽ അബ്സോർവ് ചെയ്യും. ഇന്നിവിടെ വന്നു പോയിരിക്കുന്ന എല്ലാ ദമ്പതിമാരും ചെറിയൊരു സ്ട്രെസ്സ് എടുത്തു കഴിഞ്ഞാൽ അത് മുഴുവൻ അബ്സോർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അബ്സോർവ് ചെയ്യുമ്പോൾ എന്തുണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബോഡി, ശരീരത്തിനുണ്ടാകുന്ന ഇൻഫെർട്ടിലിറ്റിക്കുള്ള തടസ്സമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള തടസ്സം വന്നിട്ടാണ്. മനസ്സ് ഭയങ്കര അസ്വസ്ഥമാണ്. അപ്പോൾ ഇത്ര പറയാനുള്ള, നിങ്ങളൊരു സ്പോഞ്ച് ആകാതെ വാഴയിലേരെ പോലെ കിട്ടുന്ന എല്ലാ സ്ട്രെസ്സും കൊണ്ടുപോയി കളയുക, ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുക. ദൈവസ്നേഹത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. ബ്രദറിന്റെ കോൺടാക്ട് നമ്പർ ഒന്ന് പ്രേക്ഷകർക്ക് കൊടുക്കാവോ? 94 479 92 143. ചേച്ചി, ഒരുപാട് ദമ്പതികൾ നിങ്ങളെ പോലെ, നിങ്ങൾ ബുദ്ധിമുട്ടിയിരുന്ന കാലഘട്ടത്തിൽ, അതുപോലത്തെ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നവരുണ്ടായിരിക്കും ഇപ്പോൾ. അങ്ങനെയുള്ള ദമ്പതികളോട് എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? പ്രാർത്ഥിച്ച എന്തായാലും ദൈവം നമുക്ക് അതിനുള്ള മറുപടി എന്തായാലും ദൈവം തന്നിരിക്കും. ഉടനെ തന്നില്ലെങ്കിലും എന്തായാലും ദൈവം നമുക്ക് തരും എന്നുള്ള ഉറപ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന്
ഞങ്ങൾക്ക് മറ്റുള്ളവരോട് എന്തായാലും പറയാനുള്ളത്. ആരും വിഷമിക്കേണ്ട. ആരും വിഷമിക്കേണ്ട, എന്തായാലും ദൈവം ഇടപെടും. ഇടപെടും എന്തായാലും തീർച്ചയായും. ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ കുഞ്ഞുങ്ങളില്ലാണ്ട് വളരെയധികം വിഷമിച്ചു. ഇപ്പോൾ ദൈവം തന്നുകൊണ്ടേയിരിക്കുകയാണ്. പ്രേക്ഷകർക്കിടയിലുള്ള ഇതുപോലെ വേദനിക്കുന്ന ദമ്പതികളോട് ഡോക്ടറിന് എന്താണ് പറയാനുള്ളത്? ആക്ച്വലി നമ്മൾ നേരത്തെ പറഞ്ഞ തരത്തിൽ കണ്ടിന്യൂ ഇൻ പ്രെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്താൽ നമ്മുടെ ആ നെഗറ്റീവ് എനർജി നമ്മുടെ ഉള്ളിലേക്ക് പോകാതെ അത് നമുക്ക് പുറത്തേക്ക് കളയാൻ പറ്റും. ആ ഒരു പോസിറ്റീവ് മൈൻഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സമയത്ത് ദൈവം നമുക്ക് തരും. ഇതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ഡോക്ടറുടെ കോൺടാക്ട് നമ്പർ ഒന്ന് പ്രേക്ഷകർക്ക് കൊടുക്കാവോ? 9847660125. ഗിഫ്റ്റ് ഓഫ് ഗോഡിന്റെ ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നിരവധി തിരക്കുകൾക്കിടയിലും എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈ പ്രോഗ്രാമിന് എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഗിഫ്റ്റ് ഓഫ് ഗോഡിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ദൈവത്തിൽ വിശ്വസിച്ചാൽ ദൈവം എന്തായാലും ഇന്ന് നമ്മൾ പരിചയപ്പെട്ട ദമ്പതികൾ പറഞ്ഞതുപോലെ തന്നെ ദൈവം എന്തായാലും പ്രത്യുത്തരം നൽകിയിരിക്കും. ഉറച്ച വിശ്വാസത്തിൽ നമ്മൾ എല്ലാവരും മുന്നോട്ട് പോവുക. പ്രത്യേകമായി മക്കളില്ലാത്ത ദമ്പതികൾ ദൈവസ്നേഹത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കട്ടെ. അവർക്ക് ദൈവം പ്രത്യുത്തരം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയ ദമ്പതികൾ നമുക്ക് പരിചയപ്പെടാം. നന്ദി, നമസ്കാരം. ദൈവം തന്നതാ